മൂന്ന് കാര്യങ്ങളിൽ മാധുര്യം ഉണ്ടാകണം ഒരു മനുഷ്യരിൽ, എങ്കിൽ റബ്ബിന്റെ വാതിൽ തുറന്നു വരും. ചോദിച്ച ആ നിമിഷം അല്ലാഹു തആല ഉത്തരം തരും. മഹാനായ സയ്യിദ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞതെന്തെന്നറിയോ? മസാകീനു അഹ്ലി ദുനിയാ ഖറജൂ മിൻഹാ വമാ ദാഖൂ വതിയബ മിൻഹാ. ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു മിസ്കീനാരെന്നറിയോ? ഈ മമ്പുറം പള്ളിയുടെ മുന്നിൽ വരുന്ന യാത്രക്കാരോട്, സിയാറത്തിന് വേണ്ടി വരുന്ന സന്ദർശകരോട് കൈനീട്ടുന്നവരല്ല യാചകര്. പിന്നെ ആരാ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്നവരല്ല മിസ്കീൻ എന്ന് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനും അല്പം മരുന്നിനും വേണ്ടിയിട്ട് ആളുകളോട് കൈനീട്ടുന്നവരല്ല മിസ്കീൻ. ആരാണ് മിസ്കീൻ എന്നറിയോ? ഈ ദുനിയാവിൽ ഒരു മിസ്കീനിനെ പരിചയപ്പെടുത്തുകയാണ്. ഖറജൂ മിൻഹാ വമാ ദാഖൂ വതിയബ മിൻഹാ. ഈ ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ ഒന്ന് സുഖിക്കാതെ പോകുന്നവരാണ്. ഈ ദുനിയാവിലെ ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഗതി അവന്റെ ജീവിതത്തിൽ ആസ്വദിക്കാതെ മരണപ്പെട്ടു പോകുന്നവനാണ് ഏറ്റവും വലിയ മിസ്കീൻ എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുകയാണ്. ചോദിച്ചു മഹാനവറുകളോട്, വമാ തുയബു മാ ഫീഹാ, ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും ആസ്വാദ്യകരമായത് ഏതാണെന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ 60 വയസ്സുകാരന്റെ മുമ്പിലുണ്ടല്ലോ, 50 വയസ്സുകാരന്റെ മുമ്പിലുണ്ടല്ലോ, 90 ആളുകൾ എന്റെ മുമ്പിലുണ്ടല്ലോ. ഇത്രയും നാളെ നിങ്ങളെ നമസ്കരിച്ചവരല്ലേ, പടച്ചവന്റെ മുമ്പിൽ കൈകെട്ടി നിന്നവരല്ലേ, ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാക്കാത്ത, തഹജ്ജുദ് മുടക്കാത്ത, ളുഹാ മുടക്കാത്ത, ഒരു സുന്നത്ത് നിസ്കാരം പോലും റവാത്തിബുകൾ മുടക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരുമ്പോൾ, എത്ര വലിയ സമ്പന്നന്മാർക്ക് ആ ഭാഗ്യമല്ല കൊടുത്തില്ല, എത്ര വിവരമുള്ളവർക്ക് ആ ഭാഗ്യമല്ല കൊടുത്തില്ല. അവന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ കിടക്കുമ്പോൾ 6 മാസം എത്തുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണ് മുട്ടിലിടയുന്നത്, അതുപോലെയല്ലേ പടച്ചവന്റെ മുന്നിൽ നമ്മൾ മുട്ടിലിടയുന്നത്. ഇന്ന് മഗ്‌രിബ് നിസ്കാരം നിർവഹിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, 6 മാസം പ്രായമുള്ളപ്പോ നീ എങ്ങനെയാണ് മുട്ടിലിടഞ്ഞത്? നിന്റെ 2 കൈവെള്ള നിലത്ത് വെച്ചിട്ട് നിന്റെ കാലിന്റെ മുട്ടും കാലിന്റെ തള്ളവിരലും നിലത്തൂന്നിയിട്ട് നീ നിന്റെ ശിരസ് കൊണ്ടുവന്ന് നിലത്ത് വെച്ചവനല്ലേ? ഏത് ശിരസാണ്? ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, ആരുടെ മുന്നിലും കുനിക്കാത്ത നിന്റെ തല നടന്നു പോകുന്ന നിലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നിന്റെ അവയവങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട പൃഷ്ഠഭാഗത്തെ തലയ്ക്ക് മീതെ ഉയർത്തി വെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, പടച്ചവനെ നടന്നു പോകുന്ന നിലത്തിന്റെ ശിരസ് ചേർത്ത് വെച്ചിരിക്കുകയാ. ഇന്ന് വരെ ഒരുത്തന്റെ മുന്നിൽ ഞാൻ കുനിച്ചിട്ടില്ല തമ്പുരാനെ, ഇനി ഒരുത്തന്റെ മുന്നിൽ ഞാൻ ഈ ശിരസ് കുനിക്കൂല തമ്പുരാനെ. ആ ശിരസ് നിന്റെ മുന്നിൽ ഞാൻ കുനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ പൃഷ്ഠഭാഗത്തെ തലയേക്കാൾ ഉയർത്തി വെച്ചിട്ട് പറയുന്നതെന്താ? സുബ്ഹാന റബ്ബി അൽ അഅ്ലാ വബിഹംദിഹി, നീയാണ് അത്യുന്നതന് തമ്പുരാനെ, നീയാണ് ഉയർച്ചയിലുള്ളവന് തമ്പുരാനെ. ഇങ്ങനെ പറയാൻ അല്ലാഹു ഭാഗ്യം തന്നവരാ നമ്മളെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിൽ ആസ്വാദനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമ്പോ ഏറ്റവും വലിയ മിസ്കീന്മാരെ നമ്മളാണെന്ന് മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയാണ്. അല്ലാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ മിസ്കീൻ എന്ന് പറയുന്നത് അവന്റെ നിസ്കാരത്തിൽ ആസ്വാദനം കണ്ടെത്താൻ കഴിയാത്തവനാണത്രേ, അവന്റെ നമസ്കാരത്തിൽ ആസ്വാദനം കണ്ടെത്താൻ കഴിയാത്തവനാണത്രേ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് പ്രിയങ്കരമായത്, ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയം എന്ന കരിങ്കൽ ഭിത്തിയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നെ മക്കയിൽ നിന്ന് നാട്ടി ഓടിച്ചപ്പോ 2 കൈയും നീട്ടി താല അൽ ബദർ പറഞ്ഞ് പാടി സ്വീകരിച്ച സനിയത്തുൽ വദാ നിലകൊള്ളുന്ന മക്കയിലെ മദീനയുടെ യസ്രിബിന്റെ പ്രാന്തപ്രദേശത്തുള്ള അൻസാരികളല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല, എനിക്ക് ഏറ്റവും വലിയ പ്രിയങ്കരമായ 3 കാര്യങ്ങളാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയങ്കരമായ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്, 2 സുഗന്ധദ്രവ്യമാണ്. മൂന്നാമത്തേത് ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? ജഅലത ഖുർറത്തു ഐനി ലീ ഫിസ്സലാ, അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ അങ്ങ് കൈകെട്ടുമ്പോൾ എന്റെ കണ്ണിന് കിട്ടുന്ന ആനന്ദം വിവരണാതീതമാണ്. എന്റെ കണ്ണിന് കിട്ടുന്ന സുഗന്ധം വല്ലാത്ത പരിമളമാണ്. കൈകെട്ടി റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കുന്ന റസൂലുള്ളാഹിന്റെ മനസ്സിൽ എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ചിന്ത ഇതാണ്, കണ്ണിന് ആനന്ദമാണ്. ഖുർആൻ 3 സ്ഥലങ്ങളിലാണ് കണ്ണിന് കുളിർമയെന്ന് പറഞ്ഞത്. ഒന്ന് ആസിയാ ബീവിക്ക് മൂസ എന്ന നബിയെ, മൂസ എന്ന പ്രവാചകനെ, ആ പ്രവാചകനെ നൈലിന്റെ ഓളങ്ങളിൽ നിന്ന് കിട്ടിയപ്പോൾ പറഞ്ഞതാണ് ഖുർറത്തു ഐൻ,
രണ്ടാമത് വിശ്വാസി തന്റെ മക്കൾക്ക് വേണ്ടി ദുആരക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഖുർറത്തു ഐൻ. മൂന്നാമത്തേത് സ്വർഗ്ഗത്തെ പറ്റി പരാമർശിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞതാണ് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സഹോദരങ്ങളെ, സ്വർഗ്ഗം അല്ലാഹു തന്ന കണ്ണിന് ആനന്ദമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരം, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരം, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമാണ് സ്വർഗ്ഗമെങ്കിൽ അതേ വാക്ക് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? എന്റെ കൈകെട്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എന്റെ കണ്ണിന്റെ കുളിർമയാണ്. അള്ളാന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കാരത്തിന് വേണ്ടി മുത്തുനബി കൈകെട്ടുമ്പോ ആ നിസ്കാരത്തിൽ കിട്ടുന്ന ആനന്ദം മറ്റെവിടെന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഹിറായിൽ നിന്ന് പേടിച്ച് ഭയന്ന് വിറച്ച് പനിച്ച് പൊരിഞ്ഞിട്ട് അള്ളാന്റെ റസൂല് ഓടിച്ചെന്ന് സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പെട്ട് മൂട് ഖദീജ എന്ന് പറഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ പുതച്ച് മൂടിക്കൊടുത്തപ്പോ അവിടുന്ന് കിട്ടിയ സാന്ത്വനത്തെയല്ല എന്റെ ജീവിതത്തിന്റെ കണ്ണിന് ആനന്ദം എന്ന് പറഞ്ഞത്. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കാരത്തിന് കൈകെട്ടുമ്പോ എനിക്ക് കിട്ടുന്ന കണ്ണിന്റെ കുളിർമയാണ് എന്റെ നിസ്കാരമെന്ന് മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ചെറുപ്പക്കാരാ, സങ്കടമേറി വന്നാലും ദുഃഖമേറി വന്നാലും പ്രയാസമേറി വന്നാലും സാമ്പത്തികമായ നിങ്ങളെ വലിയ പ്രാരാബ്ധങ്ങളിൽ നിൽക്കുമ്പോൾ, ശാരീരികമായ അവസ്ഥകൾ നിങ്ങളെ നേരിടുമ്പോൾ, മാനസികമായി കരുത്തു ചോർന്നു പോയി നിങ്ങളെ സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോ നിങ്ങൾക്കും എനിക്കും അല്ലാഹു തന്നതെന്തെന്നറിയോ? 2 റക്അത്ത് നിസ്കാരമാണ്. 2 റക്അത്ത് നിസ്കാരമാണ്. സങ്കടങ്ങൾ വരുമ്പോ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ള പറയും, ബിലാലേ അരിഹിനാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലേ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കൂ, ബിലാലേ അരിഹിനാ ബിസ്സലാ, എനിക്ക് കണ്ണിന് കുളിർമയുണ്ടാകണമെങ്കിൽ എനിക്ക് നിസ്കരിക്കണമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരമായിട്ടുള്ളത് നിസ്കാരമല്ലേ? ചിന്തിച്ചു നോക്ക്. നിസ്കാരത്തിന്റെ ആ ഒരു കുളിർമ ആസ്വാദനം അത് അനുഭവിച്ചവർക്ക് ജീവിതത്തിൽ അവർ എപ്പോഴും നിസ്കാരമായിരിക്കും. ജീവിതത്തിൽ ആ നമസ്കാരം എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം എന്താ? നമ്മൾ ആരോടാ സംസാരിക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് എത്ര രസകരമാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സംസാരിച്ച് നിൽക്കാൻ നമ്മൾക്ക് മടിയില്ല. ഒരു കാമുകനും കാമുകയും മണിക്കൂർ എത്ര സംസാരിച്ചാലും അവിടെ സംസാരം തീരില്ല, അവർക്ക് മടുപ്പ് വരില്ല. ആ ഒരു രീതിയിൽ പ്രണയലോകത്ത് അവരുടെ സംഭാഷണങ്ങളും സംസാരവും സംസർഗവും അവർക്ക് വല്ലാത്ത ആനന്ദമായിട്ട് മാറുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈകെട്ടി നിസ്കരിക്കുമ്പോ ആരോടാ സംസാരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ എന്താ? ഫഇന്നമാ യുനാജി റബ്ബ. ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഫഇന്നമാ യുനാജി റബ്ബ, അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്മൾ സംസാരിക്കുന്ന പിന്നെ പടച്ചവനോട് സലാം വീട്ടുന്നത് വരെ. അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ കയറി പോകാൻ പാടില്ല. ഞാനും ഉസ്താദും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനിടയിലൂടെ ഒരാൾ കയറി പോകുമ്പോൾ എത്ര അദബുകേടാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവന്റെ 3 മുഴം മുന്നിൽ ഒരു മറയുണ്ടാകണം. ആ മറയുടെ ഉയരം 1 മുഴത്തിന്റെ 3ൽ 2 പൊക്കം ഉണ്ടാകണം. നിസ്കരിക്കുന്നവന്റെയും ഈ മറയുടെയും ഇടയിൽ ഒരാളും നടന്നു പോകാൻ പാടില്ല. അലി തങ്ങളുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, നീണ്ട 40 വർഷം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോകൂല എന്ന് അലി തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാ? പോകുന്നവനെ കൈകൊണ്ട് തടയാം. ആ തടയുന്ന സന്ദർഭത്തിൽ അവൻ വീണ് മരിച്ചുപോയാൽ പടച്ചവന്റെ മുന്നിൽ അവന് കുറ്റക്കാരനല്ല, ഇന്ത്യൻ നിയമത്തിന്റെ മുമ്പിൽ അവന് കുറ്റക്കാരനാകാം. പടച്ചവന്റെ മുന്നിൽ അവന് കുറ്റക്കാരനല്ല. എന്തുകൊണ്ടാണ്? അവൻ സംഭാഷണം നടത്തുന്നത് അല്ലാഹുമായിട്ടാണ്. കൈകെട്ടി കഴിഞ്ഞ് നിയത്ത് വെച്ച് കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം ആയി കഴിഞ്ഞാൽ സലാം വീട്ടുന്നത് വരെ പിന്നെ റബ്ബുമായിട്ട് ഇന്നമാ യുനാജി റബ്ബ, അള്ളാഹുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. റബ്ബിനോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോളി. നമുക്ക് റബ്ബിനോടും ചിലത് പറയാനുണ്ട്, റബ്ബിന് നമ്മളോടും ചിലത് പറയാനുണ്ട്. റബ്ബിന് നമ്മളോട് പറയാനുള്ളതൊക്കെയും പറഞ്ഞത് ഖുർആനിലൂടെയാണ്. അല്ലാഹ് ഖുർആനിലൂടെ അല്ലാതെ നമ്മളോട് വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ഖുദ്സിയായ ഹദീസ് ഉണ്ട്, അത് വേറെയാണ്. അള്ളാഹ്ക്ക് നമ്മളോട് പറയാനുള്ളതൊക്കെയും ഖുർആനിലൂടെ പറഞ്ഞു. നമുക്ക് തിരിച്ച് റബ്ബിനോട് പറയാനുള്ളതോ അതൊക്കെ നിസ്കാരത്തിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതിൽ നമുക്കൊരു കുളിർമ ഇല്ലെങ്കിൽ, ആസ്വാദനം ഇല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് റബ്ബിനോട് സംസാരിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ നിസ്കാരത്തിൽ അല്ലാഹു തആല കേൾക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിലൊരു ആസ്വാദനം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ നിസ്കാരം ഏത് കോലത്തിലാ? ഇന്നത്തെ ചെറുപ്പക്കാരികൾക്ക് പ്രണയം അത് വല്ലാത്ത ഒരു വികാരമാണ്. എല്ലാ പ്രണയിക്കുന്ന ആളുകൾക്കും പറയാനുള്ള പ്രണയത്തിന്റെ ഒരു മാതൃകാ പുരുഷൻ ഉണ്ട്. അതാരെന്നറിയോ? പ്രണയിക്കുന്നവർക്കൊരു മാതൃകയായ കമിതാക്കളുണ്ട്. അത് കൈസും ലൈലയുമാണ്. ലൈല മജ്നൂൻ. നമുക്കറിയാം, കൈസ് ലൈലയെ പ്രണയിച്ച് അവസാനം ലൈലയുടെ വീട്ടിൽ നിന്നും അടിച്ചു വീശുന്ന കാറ്റിനെ
കൈകൊണ്ട് പിടിച്ചിട്ട് അതിൽ ചുംബിക്കുന്ന കൈസ്. പ്രണയം മൂത്ത് ഭ്രാന്തായി അവസാനം ലൈലയുടെ വീടിന്റെ ചുമരുകളിൽ കൈകൊണ്ട് തടകിയിട്ട് ആ കൈവെള്ളയിൽ ചുംബിച്ചിരുന്ന കൈസ്. അത്രയും വലിയ പ്രണയം. ലൈലയുടെ നായ ഓടുമ്പോ ആ നായയുടെ പിന്നാലെ കൈസ് ഓടുകയാണ്. എന്തിനു വേണ്ടി? ആ ലൈലയെ കണ്ടെത്താനുള്ള വ്യഗ്രതയിൽ പോകുമ്പോ ചരിത്രത്തിൽ കാണാം, നിസ്കരിക്കുന്ന കുറെ ആളുകൾ അവരുടെ ഇടയിലൂടെ കൈസ് കയറിപ്പോയി. നിസ്കരിക്കുന്ന കുറച്ച് ആളുകൾ നിൽക്കായിരുന്നു. അവരെ നിസ്കാരത്തിലാണ് കൈസ് ലൈലയെ അന്വേഷിച്ചുകൊണ്ട് ഈ നിസ്കരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ കയറിപ്പോയി. ലൈലയുടെ നായയുടെ പുറകെ തിരിച്ചു വരുമ്പോ നമസ്കാരം കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി കൈസിനെ പിടിച്ചു വെച്ചു, കൈസിനെ തടഞ്ഞു വെച്ചു. എന്നിട്ട് കൈസിനോട് ചോദിച്ചു, കൈസേ, നീ നിസ്കരിക്കുന്ന ഞങ്ങളുടെ മുന്നിലൂടെ കയറി ഓടിയിട്ട് നിനക്കെന്താ നിസ്കരിക്കാൻ പറ്റാത്തത്? അത് മറർത്തബിന, നീ ഞങ്ങളുടെ മുന്നിലൂടെ നടന്നു പോയില്ലേ, എന്നിട്ടോ ഫലിമലം തുസല്ലി മഅന, നീ എന്താ ഞങ്ങളോടൊപ്പം കയറി നിസ്കരിക്കാത്തത്? നീ എന്തിനാ ഞങ്ങളുടെ മുന്നിലൂടെ ഓടിപ്പോയത് എന്ന് നിസ്കരിച്ച ആളുകൾ ചോദിക്കുകയാണ്. അപ്പൊ കൈസ് എന്താ മറുപടി പറഞ്ഞെന്നറിയോ? കൈസ് മറുപടി പറഞ്ഞത്, പടച്ചവനാണ്, ഞാൻ ലൈലയെ പ്രണയിക്കുന്നത് പോലെ നിങ്ങൾ പടച്ചോനെ പ്രണയിച്ചിരുന്നെങ്കിൽ, ഞാൻ ലൈലയെ സ്നേഹിക്കും പോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂലായിരുന്നു. ഞാൻ ലൈലയോടുള്ള പ്രണയത്തിന്റെ പേരിൽ ഞാൻ ലൈലയുടെ നായയുടെ പിറകെ ഓടിയപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്ന ഞാൻ കണ്ടില്ല. കാരണം എന്റെ കൽബ് മുഴുവനും ലൈല ആയിരുന്നു. പക്ഷെ നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ഞാൻ സ്നേഹിക്കുന്നതിന്റെ 1000 ഇരട്ടിയിൽ 1000 ഭാഗത്തിൽ ഒരു ഭാഗം പോലും നിങ്ങൾ പടച്ചവനെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വന്നത് എന്ന് കൈസ് എന്ന കാമുകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം എന്താണോ അത് തന്നെ കൈസ് പറഞ്ഞത്. നമ്മുടെ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോൾ എന്തെല്ലാം ദുനിയാവിന്റെ ചിന്തകൾ വന്നു വീഴും. എന്റെ നിസ്കാരത്തെ പറ്റിയാ പറയുന്നത്, അതിൽ ലഹരിയില്ല. അതുകൊണ്ട് നിസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എഴുതി വെച്ചോ, നിസ്കാരമുള്ള മദ്യപാനികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പടച്ചോനാണ്, നിസ്കാരം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്യപിക്കാൻ കഴിയൂല, പറ്റൂല. എഴുതി വെച്ചോ.